നമുക്കറിയാം, മലയാളി സ്ത്രീയെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് മാധവിക്കുട്ടിയല്ലെങ്കിൽ മറ്റാരാണല്ലേ. ശരീരത്തിന് അതിന്റേതായ ഒരു നിഷ്കളങ്കതയുണ്ടെന്നും അതിനെ സ്നേഹിക്കണമെന്നും അവർക്ക് വഴികാട്ടിയത് കുട്ടിക്കാല ഓർമ്മകളിൽ നിറഞ്ഞു നിന്ന അമ്പാഴത്തേലെ കുട്ടിയൊപ്പമാണെന്ന് നീർമാതളം പൂത്തകാലം എന്ന ആത്മകഥാപരമായ കൃതിയിൽ അവരെഴുതി. ധനുമാസത്തിലെ ശൈത്യത്തിൽ പുതിയ കുളത്തിൽ കുട്ടിയോപ്പുവിനൊപ്പം തുടിച്ചു കുളിച്ച കമല പിന്നീട് എഴുതിയിട്ടുണ്ട്. കണ്ണെഴുതി വെളുത്ത കൂവപ്പൊടിയുടെ തിലകം തൊട്ട് മുടിയിൽ പൂച്ചൂടി ഊഞ്ഞാലിലാടുന്ന പെൺകൊടിയേക്കാൾ മനോഹരി ആരാണ്? മരണം വരെ ആരും കാണാതെ, അല്ലെങ്കിൽ യൗവനത്തിൽ മാത്രം ഇരുളിൽ നടക്കുന്ന രതിക്രീഡകളിൽ ഭർത്താവ് പോലും കാണാതെ സൂക്ഷിക്കപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ മരണശേഷം അപരിചിതരാൽ കഴുകി വൃത്തിയാക്കപ്പെട്ട് അഗ്നിക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതിലെ കൊടിയ നീതികേട് മാധവിക്കുട്ടി നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. കമല, നിന്നോളം പ്രിയപ്പെട്ടതായി ഇനി എന്നിലേക്ക് ആരും വരാതിരിക്കട്ടെ.